ഞാനേ ഒരു കട്ടുമാങ്ങ അച്ചാർ ഉണ്ടാക്കാനായിട്ട് പോവുകയാണേ. അതിന് വേണ്ടിയിട്ട് ഒരു 5-6 മാങ്ങ കിട്ടിയായിരുന്നു. അതെല്ലാം ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേ. ഇനി അത് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇത് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണേ, അതവിടെ ഇരിക്കട്ടെ. ഇത് കുറച്ച് കടുക് ചതച്ചത്, ഉപ്പ്, ഉലുവപ്പൊടി, ഇത്രയും ഉണ്ടേ. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് കായവും കൂടെ വേണമേ. അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കായ അവസാനം ഇട്ടാൽ മതി, അതുകൊണ്ടാണ് ഇത് കാണിക്കാത്തത്. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഈ മുളക് പൊടി നല്ലവണ്ണം ഒന്ന് ചൂടാക്കിയിട്ട് ഈ മുളക് പൊടിയുടെ കൂടെ തന്നെ ഉപ്പും ഈ കടുകും ഈ ഉലുവയും എല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് ചൂടാക്കി എടുക്കട്ടെ. ഇതാ ഒരു ചീനിച്ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഈ മുളക് തട്ടുവാണ്. മുളക് പൊടിയാണ്. എന്നിട്ട് ഈ ഉപ്പും കടുകും ഉലുവയും എല്ലാം കൂടെ ഞാനിതിലൊന്ന് തട്ടി ഒന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കട്ടെ. ഇതാ നല്ലവണ്ണം ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ മാങ്ങ ഇതിലോട്ടെടുത്ത് തട്ടാം. അതിന് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് കായപ്പൊടി ഇതാ അങ്ങോട്ട് തട്ടുവാണേ. ഇച്ചിരി കൂടുതലായാലും കുഴപ്പമില്ല, കായത്തിൻ്റെ നല്ല ചെവ ഉണ്ടായിരിക്കണം. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ആ മാങ്ങ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന മാങ്ങ ഒന്നെടുത്ത് ഇതിലോട്ടൊന്ന് തട്ടട്ടെ. ഇനി ഇതാ ചെറുതായിട്ടൊന്ന് ഗ്യാസ് കത്തിച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണേ. ഒരു 2 മിനിറ്റ് മതി. 2 മിനിറ്റ് ആകുമ്പോൾ മാങ്ങ ചൂടാവണ്ട, എന്നാലും ജസ്റ്റ് ഒന്ന് അതിൻ്റെ തൊലിപ്പുറമൊക്കെ ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് മതി. 2 മിനിറ്റ് മതി. എന്നിട്ട് നമ്മൾ ചേർക്കേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ, കുറച്ച് നല്ലെണ്ണ ഇതിലോട്ടൊന്ന് ഒഴിക്കുവാണേ. ഇച്ചിരി കൂടുതൽ നല്ലെണ്ണ ആയാലും കുഴപ്പമില്ല. നല്ലെണ്ണ ഇച്ചിരി കൂടിയെന്നും പറഞ്ഞ് വേറെ കുഴപ്പമൊന്നും വരില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാനിതൊന്ന് മിക്സ് ചെയ്യട്ടെ. ഇതാ മാങ്ങ നല്ലവണ്ണം എണ്ണയിലൊക്കെ നല്ല കുഴഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല മണവുമുണ്ട്, കായത്തിൻ്റെയും ഉലുവപ്പൊടിയുടെയൊക്കെ നല്ല മണവുമുണ്ട്. ഇതാ നല്ലതായിട്ട് മാങ്ങാക്കറിയും നല്ലതായിട്ട് ഒന്ന് ചൂടായിട്ടുമുണ്ട്. കാരണം ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടേക്കുവാണ്. അപ്പോൾ ചീനിച്ചട്ടിക്ക് ചെറുതായിട്ട് ചൂടുണ്ട്. അപ്പോൾ അത് മാങ്ങയും നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ വിനാഗിരി ഒഴിക്കാം, അത് ഓപ്ഷനാണ്. പിന്നെ ഞാൻ ഒഴിക്കുന്നില്ല, വിനാഗിരിയുടെ ആവശ്യമില്ല. കാരണം നല്ലെണ്ണയിലായതുകൊണ്ട് മാസങ്ങളോളം ഈ മാങ്ങ ചീത്തയാകാതിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിതിനെ ഒന്ന് ഗ്യാസിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിലോട്ട് മാറ്റട്ടെ. ഇതാ ഞാൻ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ടേ. അങ്ങനെ നല്ല അടിപൊളി കട്ടുമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക. കട്ടുമാങ്ങ അച്ചാറാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബായ്.